വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടാണ്, ലാസ്റ്റത്തെ ഭാഗം കൂടിയാണ്. അപ്പൊ അത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതിന്റെ ഇടയിൽ ശനിയും ഞായറും നമ്മൾ ശനിയാഴ്ച ആ ഒരാഴ്ചയിലത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും, ഞായറാഴ്ച നമ്മൾ മറ്റ് ടോപ്പിക്കുകളിലൊന്നും പറയാത്ത ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ടുള്ള ചില ഭാഗങ്ങൾ GK റാങ്ക് കോർണർ എന്നുള്ള രീതിയിലുമാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ പോകുന്നത്. അപ്പൊ തിങ്കളാഴ്ച ഇന്ന് വീണ്ടും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാസ്റ്റ് പാർട്ട് അപ്പൊ അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, ആധുനിക ഇന്ത്യ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൈഡേ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിങ്ങിനെ കുറിച്ചാണ്. ആ സമയത്ത് INC പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് രാജസ്ഥാനിലെ ജയ്പൂരില് 1948-ലാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം രാജസ്ഥാനിലെ ജയ്പൂരില് 1948 നടന്നു. അതിന്റെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ആരായിരുന്നു അധ്യക്ഷൻ? പട്ടാഭി സീതാരാമയ്യ. ഓർത്തു വയ്ക്കുക, ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന ഓർമ്മ വേണം. അടുത്തത് 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് നാസിക്കിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? നാസിക്കിൽ വെച്ചാണ്. പുരുഷോത്തം ദാസ് ടണ്ടൻ ആയിരുന്നു ആ സമയത്തുള്ള INCയുടെ അധ്യക്ഷൻ. അപ്പോൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ്. വർഷം 1950 ആണ്. നടന്ന സ്ഥലം എവിടെയാണ്? നാസിക് ആണ് എന്ന് ഓർക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 1955. എപ്പോഴും ചോദിക്കാറുണ്ട്, തമിഴ്നാട്ടിലെ ആവടിയിലാണ് ആ സമ്മേളനം നടക്കണേ. ചോദിക്കാറ് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപീകരണം നടന്ന സമ്മേളനം എവിടെ നടന്നു? 1955 ആവടി സമ്മേളനത്തിൽ നടന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, സോഷ്യലിസം INCയുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? സോഷ്യലിസം INCയുടെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1955. എപ്പോഴത്തെയാണ്? 1955 സമ്മേളനത്തിലാണെന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. 1955 സമ്മേളനം എവിടെയാണ് നടന്നത്? തമിഴ്നാട്ടിലെ ആവടിയിലാണ് നടന്നത്. അതിനുശേഷം 1959 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയാണ്. 1959 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടന്നു. ആ പ്രത്യേക സമ്മേളനത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ച സമ്മേളനം 1959 ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പൊ 1959 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ വെച്ച് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന പദവി ആർക്ക് ലഭിക്കുകയാണ്? ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയാണ്. ഇനി അടുത്തത് 1985 നടക്കുകയാണ്. 85ന്റെ പ്രത്യേകത 1985. അപ്പൊ 1885 ഡിസംബർ 28-നാണ് അല്ലെ? 1885 ഡിസംബർ 28-നല്ലേ INC രൂപീകരിച്ചത്. അപ്പൊ 1885 ഡിസംബർ 28. അപ്പൊ 1985 ഇപ്പൊ 100 വർഷമായില്ലേ? അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 100ാമത്തെ വാർഷികം നടന്നത് 1985. വാർഷികം നടന്ന സമ്മേളനം ബോംബെ സമ്മേളനമാണ്. അവിടെ വെച്ച് രാജീവ് ഗാന്ധി പ്രസിഡന്റ്. അപ്പൊ രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് പ്രസിഡന്റ് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ 1985 കോൺഗ്രസിന്റെ 100ാമത്തെ വാർഷിക സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ആൾ ആരാണ്? രാജീവ് ഗാന്ധി. 100ാമത്തെ INC കോൺഫറൻസ് നടന്നത് ഏത് വർഷമാണ്? 1985. എവിടെയായിരുന്നു സ്ഥലം? ബോംബെ ആയിരുന്നു സ്ഥലം എന്ന് ഓർക്കാം. അടുത്തത് 1997 കൊൽക്കത്തയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ സീതാറാം കേസരി ആയിരുന്നു പ്രസിഡന്റ്. സീതാറാം കേസരി. പ്രത്യേകത, പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റാണ് സീതാറാം കേസരി.
പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സീതാറാം കേസരിയാണ്. ഏതാണ് സ്ഥലം? കൊൽക്കത്തയാണ് സ്ഥലം. വർഷം എന്നാണ്? 1997 കോൺഫറൻസിലാണ്. അതിനുശേഷം 1998 കൽക്കത്തയില് ആരായിരുന്നു അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത്? സോണിയാഗാന്ധി. 98 കൊൽക്കത്തയില് സോണിയാഗാന്ധി അധ്യക്ഷ പദവി അലങ്കരിക്കുകയാണ്. 98 കൊൽക്കത്തയിൽ വെച്ച്. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആര്? സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് ആരാന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധി. അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധി 2017 ഡിസംബർ 16 രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി വഹിക്കുന്നത്. 2017 രാഹുൽ ഗാന്ധി കേട്ടോ. 87ാമത്തെ AICCയുടെ 87ാമത്തെ പ്രസിഡന്റ് ആണ് രാഹുൽ ഗാന്ധി. 2017 അദ്ദേഹം ആ പദവിയിലെത്തുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കുറേയധികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാറുള്ളതും അല്ലെ, ഇനി ചോദിക്കാൻ സാധ്യതകളുമായിട്ടുള്ള എല്ലാവിധ കോൺഫറൻസുകളും നമ്മൾ ഇവിടെ പഠിക്കേണ്ടായി. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ഒന്നുകൂടി ഓർക്കണം. നമ്മൾ ഓരോ വനിതകളെ കുറിച്ചും പഠിക്കേണ്ടായി. ആദ്യത്തെ വനിത ആര്, ആദ്യത്തെ വിദേശ വനിത ആര്, ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആര് എന്നൊക്കെ പഠിച്ചു. ആ വനിതകളെ ഒന്ന് ഓർത്തു വെക്കുക. ആദ്യമായിട്ട് ആരൊക്കെയാണ് വനിതകൾ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ വനിതകൾ ഓർക്കുക. 1917 കൽക്കത്ത സമ്മേളനത്തിൽ ആനി ബസന്റ്, 1925 കാൺപൂർ കോൺഫറൻസിലെ സരോജിനി നായിഡു, 1933 കൽക്കത്തയിൽ നടന്ന കോൺഫറൻസിൽ നെല്ലിസൺ ഗുപ്ത, 1959 ഡൽഹിയിൽ നടന്ന കോൺഫറൻസിൽ ഇന്ദിരാഗാന്ധി, 1998 കൽക്കത്തയിൽ നടന്ന കോൺഫറൻസിൽ ആരാണ്? സോണിയാഗാന്ധി. ഇത്രയും ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. അതായത് INC പ്രസിഡന്റായ വനിതകളാണ് നമ്മൾ പറയുന്നത്. ഇനി INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണ്? കാദംബനി ഗാംഗുലി. ക്ലിയർ ആയോ? അടുത്തത് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത എന്നാ ചോദിക്കണേ വെച്ചാൽ പണ്ഡിത രമാബായി. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത എന്നാ ചോദിക്കണേ വെച്ചാൽ പണ്ഡിത രമാബായി. അപ്പൊ വനിതകൾ അവിടെ നിൽക്കട്ടെ. അടുത്ത നമുക്ക് മലയാളികളിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാ നമ്മൾ പറഞ്ഞു അല്ലെ? 72 മലയാളികൾ അല്ലെ, സോറി 72 വ്യക്തികളിൽ ഒരാൾ മലയാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാരിസ്റ്റർ GP പിള്ള. ഓർക്കുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി GP പിള്ള. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മലയാളി ചോദിച്ചു കഴിഞ്ഞാലോ ആദ്യ മലയാളി C ശങ്കരൻ നായർ. കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. 1923 കാക്കിനാട സമ്മേളനത്തിൽ ഒരു വ്യക്തി വന്നു അല്ലെ, അയിത്തോച്ചാടന പ്രമേയവും കൊണ്ട്. അദ്ദേഹം ആരാണ്? മലയാളി തന്നെയാണ്. അദ്ദേഹം TK മാധവനാണ്. ആരാണ്? TK മാധവൻ. ഇത്രയും ആൾക്കാരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. മലയാളി സാന്നിധ്യം ഓർത്തു വെക്കണം. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൽക്കത്ത നഗരാണ്. കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ വന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ചോദിക്കണേ വെച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? ന്യൂഡൽഹി. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊൽക്കത്തയിലും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എവിടെ പറയണം? ന്യൂഡൽഹിയിലും പറയണം. അതൊന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ഓർക്കണം. INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി എന്നാ ചോദിക്കുന്നത് വെച്ചാൽ MA അൻസാരിയെ പറയണ്ടേ. ആരാണ്? MA അൻസാരി. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി എന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യ. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി എന്ന് ചോദിക്കുക വെച്ചാൽ മദൻ മോഹൻ മാളവ്യ. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയത് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയത് സോണിയാഗാന്ധി എന്ന് പറഞ്ഞു. പക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന ചില കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് ഓർക്കണം.
ഇനി ഐ എൻ സിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിശേഷണങ്ങളുണ്ട് ഐ എൻ സിയുടെ. അപ്പോ ആ ഐ എൻ സിയുടെ വിശേഷണങ്ങളും നമുക്ക് പഠിക്കാം. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ഐ എൻ സിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അതൊരു രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് എന്താ പറയണ ഐ എൻ സിയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാര് പറയാണ് ഇത് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് പറയുന്ന സംഘടനയായിട്ടാണ് അവർ പറഞ്ഞത്. ഇനി അടുത്തത്, ഇത് ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞത് ലാല ലജ്പത് റോയ് ആണ്. ആരാ പറഞ്ഞേ? ലാല ലജ്പത് റോയ് പറഞ്ഞു. ഇനി അടുത്തത്, ഇതൊരു അവധിക്കാല വിനോദ പരിപാടിയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ? അത് അവരൊരു അവധിക്കാല വിനോദ പരിപാടിയുടെ രൂപത്തിൽ നടത്തുന്ന ഒരു കോൺഫറൻസ് ആണെന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ആരാണ്? ബാലഗംഗാധര തിലകൻ. ഐ എൻ സിയെ യാചകരുടെ സംഘടന എന്ന് വിളിച്ചത് അരബിന്ദ ഘോഷാണ്. ഐ എൻ സിയെ യാചകരുടെ സംഘടന എന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ അരബിന്ദ ഘോഷാണ്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് നമ്മൾ കഴ്സൺ പ്രഭുവിനെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് ആരാ പറഞ്ഞപ്പോ? കഴ്സൺ പ്രഭുവാണ് പറഞ്ഞത്. ഇനി അടുത്തത്, ബിപിൻ ചന്ദ്രപാൽ പറയാണ് പ്ലേയിങ് വിത്ത് ബബിൾസ്. അപ്പോ ഐ എൻ സിയെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഐ എൻ സിയെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത്, പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന് പറഞ്ഞത് അതിന്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ എന്താ പറയാ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന് പറഞ്ഞത് എ ഒ ഹ്യൂം. ഇനി അടുത്തത്, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയുന്നത് ഡഫറിൻ പ്രഭു. ആരാ പറഞ്ഞേ? ഡഫറിൻ പ്രഭു പറയാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഇനി വർഷത്തിൽ ഒരിക്കല് തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകൻ. അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ അവധിക്കാല വിനോദ പരിപാടി എന്ന്. അതുപോലെ തന്നെ പറയാണ് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞത് ഐ എൻ സിയെ കുറിച്ച് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ തന്നെയാണ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യാണ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യാണ്. അങ്ങനെ മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ കുറിച്ച് നമ്മൾ 3 ദിവസത്തെ ക്ലാസ്സിൽ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ കേട്ടും എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർ എഴുതിയെടുത്തും ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഇതേ സമയം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.